നമ്മളെല്ലാരും വിരുന്ന് പോവാണില്ലേ? ഏതാ പൂപ്പുക്കുട്ടനുണ്ട്. നമ്മളാരും മെയിൻ ചെയ്യണില്ല, ഞാൻ തന്നെ ക്യാമറയിൽ വെക്കാം. ഇതിന്റെ വീഡിയോയിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ബോറാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതൊന്നും ഞാൻ അറിയുന്നുണ്ടാവില്ല. അറിയാതെ പിന്നെയും ഞാനിത് ഇടുന്നുണ്ടാവും കേട്ടോ. ഞങ്ങൾ പട്ടാമ്പി വീട്ടിലെത്തിട്ടോ. ഇവിടെ എത്തിയിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ ചിത്തിയും ഞങ്ങൾ ഞങ്ങൾ 5 പെൺമക്കളാണല്ലോ ഇവിടെ. പുതിയ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല കേട്ടോ, അതാ പറയണേ. അപ്പം ഇന്നത്തേക്ക് കൂട്ടാൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. റേഷന ഞങ്ങൾക്കുള്ള റേഷൻ കേട്ടോ. ചേനക്കറി തോന്നുന്നുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ജാസ്മിക്കുട്ടി ഉണ്ട്, സുലു ഉണ്ട്, നെബിലുട്ടി ഉണ്ട്, ഞങ്ങളുണ്ട്. ഞങ്ങൾ 4 ആളുള്ളൂ. താത്ത പോയിട്ടോ. അളിയനും ഇവിടെ ഉള്ള കാരണം അവൾ വന്നും പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചിരിയും കഥയൊക്കെ ആയിട്ട് നല്ല രസമാട്ടോ. നല്ല രസമായിരുന്നു അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ. ഇനി പോവാനായി, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോകും ഞങ്ങൾ. അപ്പോൾ യാമിക്കുട്ടി ഉറങ്ങി. അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ മുറ്റത്തിരുന്നപ്പോൾ അവൾ കഥ കേൾക്കുകയാണ്. നെബിലുട്ടി അത് അവിടെ ഇരുന്ന് കഥ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഥ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും യാമിക്കുട്ടി ഉറങ്ങിപ്പോയിട്ടോ. നെബിലോട്ടിയും കുക്ക് ഓഫിമിൻ്റെ ആളാണ് കേട്ടോ. നല്ല രസമല്ലേ അതിൽ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞോ? ഇനി അവളെ കുളിപ്പിക്കണം. സുലുവാണ് അവളെ കുളിപ്പിക്കണ ആൾ കേട്ടോ. സുലു നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. നല്ല പഠിച്ച് നമ്മളെ കുത്താൻ പോവാം. നമുക്കൊക്കെ ഒരുപാട് ഫ്രീ ടൈമുകൾ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു സമയങ്ങളൊക്കെ നല്ല അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെ വായിക്കുന്നത് നല്ലതാണല്ലോ അല്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് പുസ്തകമൊക്കെ മേടിച്ച് കുത്തിയിരുന്ന് വായിക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ബുക്ക് വെപ്പം പോലുള്ള ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ എന്തിനാ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കണമല്ലേ? നമ്മളെ പോലുള്ള സാധാരണ വീട്ടമ്മമാർക്കൊന്നും കുത്തിയിരുന്ന് വായിക്കൽ നടക്കൂലല്ലോ അല്ലേ? അപ്പോൾ കുക്ക് എഫമിൻ്റെ ഓഡിയോ ബുക്കിലൂടെ നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി കഥകൾ കേൾക്കാം. അതിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. കഥകൾ മാത്രമല്ല, ചരിത്രങ്ങളും മോട്ടിവേഷനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. APJ അബ്ദുൽ കലാം സാറിന്റെ പുസ്തകങ്ങള്, ഗാന്ധിജിയുടെ പുസ്തകങ്ങള്, അതുപോലെ മാധവിക്കുട്ടിയുടെയും ബഷീറിന്റെയും ഒക്കെ പുസ്തകങ്ങളുണ്ട് അതിൽ. പിന്നെ അത് മാത്രമല്ല, കുക്ക് എഫ്എമ്മിൽ ഇപ്പോൾ എക്സൈറ്റിംഗ് ഓഫർ ഉണ്ട്. 7 ദിവസത്തെ ഫ്രീ ട്രയൽ കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ 10,000-ലധികം കഥകൾ നമുക്ക് കുക്ക് എഫ്എമ്മിലൂടെ കേൾക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു അവസരം ആരും പാഴാക്കേണ്ട. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കഥകൾ കേൾക്കാം. എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി യാമിക്കുട്ടിനെ കുളിപ്പിക്കണം. സുലുവാണ് യാമിക്കുട്ടിനെ കുളിപ്പിക്കൽ കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഓള് നന്നായിട്ട് കുട്ടിനെ കുളിപ്പിക്കും. അപ്പൊ ഇവിടുത്തെ ആ വിശേഷങ്ങളൊക്കെ ഞാൻ വ്ളോഗായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൂതേന്ന് പെരുന്നാളൊക്കെ ആയിട്ട് വിരുന്ന് വരുന്ന വീഡിയോകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോകളൊക്കെ കണ്ടിട്ട് വരും കേട്ടോ. ഗുഡ് മോർണിംഗ്. നമുക്ക് പട്ടാമ്പി വീട്ടിലേക്ക് പോകണ്ടെന്ന്, വിരുന്ന് പോകണ്ട ഉമ്മയുടെ വീട്ടിലേക്ക്. കുളിച്ച് സുന്ദരമായിട്ട് വരാം അല്ലേ? അല്ലെന്ന് എണ്ണ തേക്കണത് മുതൽ കുളിപ്പിക്കണത് വരെ ഷെഫ്ക്കുട്ടനാ. ഞാൻ കുറച്ച് ബിസിയാണ്. യാമിക്കുട്ടിനെ ഏൽപ്പിച്ചെടുത്തേക്കാണ് ഇക്കാക്ക് അല്ലേ? ഇന്ന് മനുടിക്കാണ് വിശേഷങ്ങൾ കേട്ടോ. മനുടിക്ക് പറഞ്ഞാല് എന്റെ വീട്ടിലേക്കാണ് കേട്ടോ. യാമിക്കുട്ടിയുടെ ഷെഫ്ക്കുട്ടന്റെ ഒക്കെ മനുടിക്കാണ് പോണത്. അപ്പൊ അതിന്റെ തിരക്കുകളാണ്. ഇനിയിപ്പോ ബേബിന്റെ സാധനങ്ങൾ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബേബിന്റേത് ഡ്രസ്സുകളും അതും ഇതൊക്കെ കുറെ എടുക്കാണ്ടല്ലോ. ഒക്കെ തരം തിരിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. ഒക്കെ പാക്ക് ആക്കട്ടെ. അപ്പൊ ഉളതുകളൊക്കെ ഇതിലേക്ക് ഇടാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അവിടെ പോയാൽ ഒരുക്കാനും ഒക്കെ കുപ്പായങ്ങളൊക്കെ വേണ്ടി വരും. രാവിലെ ഞാനൊരു വീഡിയോ നമ്മുടെ പെരുന്നാൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എഡിറ്റിംഗ് ഫിനിഷിംഗ് ആയില്ല. എന്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് പാടാട്ടോ. ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടായിരുന്നു. കുഞ്ഞു സീനുകൾ കട്ട് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്തിട്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഒന്നും തോന്നൂലേ കാര്യം. അപ്പൊ ഞാൻ അതിൽ ഇരിക്കുന്നു. അപ്പൊ അത് കാരണം ഷെഫ്ക്കുട്ടനാണെന്ന് അവളെ കുളിപ്പിച്ച് എണ്ണ കുളിപ്പിക്കലോ തന്നെയാണ്. എണ്ണ തേച്ച് കുളിപ്പിച്ച് തൊട്ടിയിലൊക്കെ ഇട്ടത് കേട്ടോ. പൊടി നിൽക്കുന്നുണ്ട്. നീക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഫാൻ നിർത്തിക്കാം. അപ്പൊ ഞാൻ ഡ്രസ്സുകളൊക്കെ വേഗം എടുത്ത് വെച്ച് പെരുന്നാൾ നോക്കട്ടെ. കണ്ണ് തന്ന് കക്കുക നമ്മള് വിരുന്ന് പോവാണെന്നിട്ടാ. അപ്പൊ പെട്ടി പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞ് ഇനി കുപ്പായം മാറ്റലാണ് കേട്ടോ. നമ്മളോട് തിരക്ക് കൂട്ടിട്ടുണ്ട് ഉമ്മാൻ്റെ പോവാനിട്ട്. അസുക്കാക്കാനി ഇസുക്കാക്കാനി മച്ചാനി സൈക്കാക്കാനൊക്കെ കാണാണ്ട് ഐശൂട്ടിയൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കണ്ടോള്. ഐശൂട്ടിയൊക്കെ വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാറ്റി കൊടുക്കട്ടെ കേട്ടോ. ഉപ്പുക്കാക്ക പൗഡർ ഒക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. ഞാൻ കുട്ടിക്ക് തട്ടിട്ട് കൊടുക്കണം. ഇതും പിന്നെ ഇതും എന്നാ പിന്നെ അവിടെ പോയിട്ട് അഴിക്കേണ്ട ആവശ്യമില്ല.
സിമ്പിൾ കുപ്പായം എല്ലാവർക്കും ഇത് ഇട്ട് കാണുമ്പോഴൊക്കെ സുഖം. ഇനി നമ്മൾ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ എല്ലാവരും പറയുമല്ലോ സിമ്പിൾ ഇട്ടെടുക്കുക സിമ്പിൾ ഇട്ടെടുക്കുക. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അങ്ങനത്തെ ഒക്കെ ഇട്ടെടുക്കുക. ഇങ്ങനെ യാത്ര ഒക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ. ആദ്യത്തെ കുഞ്ഞിപ്പെരുന്നാളിൻ്റെ വിരുന്ന് പോവാണ്. ആദ്യത്തെ കുഞ്ഞിപ്പെരുന്നാളിൻ്റെ വിരുന്ന് പോവാണ് നമ്മൾ. ഇവിടെ കൈ എവിടെ കൈ എവിടെ കൈ എന്ത് നോക്കണ് എന്റെ മമ്മനെ നോക്കണ്. സിമ്പിൾ കുപ്പായാണ് കേട്ടാ സിമ്പിൾ കുപ്പായം. മല്ലടി പോയിട്ട് ബിരിയാണി തിന്നാലാ വയറ് വലുതാക്കണേ. ഇങ്ങനെ മടക്ക വേണ്ടത് ഇങ്ങനെ മടക്ക സിമ്പിൾ കുപ്പായം പോരെ രസമുണ്ടോ? തിരക്കിട്ട് മടടിക്കുമ്പോ തന്നെ അവിടെ മന്തിയാന്നൊക്കെ കേട്ടിക്കണ്. ഇത് എന്തെങ്കിലൊക്കെ ഇരിക്കും മടങ്ങിന്റെ മോളിൽ കൂടെ ഇത് കരഞ്ഞാണ്. അപ്പൊ എല്ലാരും ഒരു കാര്യങ്ങൾ കേട്ടോ. ഇനി ഇല്ലതാ എനിക്ക് ഇനി വേഗം നമ്മളെ പെരുന്നാൾക്ക് ഇട്ട ഡ്രസ്സ് തന്നെ കേട്ടോ ഞാൻ ഇടുന്നത്. അതിപ്പോ നിങ്ങളിപ്പോ പെരുന്നാൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പെരുന്നാൾ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് പോലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതാണ് പോളിസി. അപ്പൊ ഞാൻ വേഗം ഇട്ടിട്ട് കേട്ടോ. ഞാൻ വിചാരിക്കുക ചിലപ്പം ഇതിന്റെ വീഡിയോയിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഈ ബോറാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ അറിയുന്നുണ്ടാവില്ല. അറിയാതെ പിന്നെയും ഞാനിത് ഇടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ചിലപ്പോൾ ഈ ഡ്രസ്സൊക്കെ കുട്ടി മമ്മി ഒരുങ്ങിടി നമ്മളെ തലയെ കിട്ടാന്നാടാ. ഇത് പുതിയതാണ്. ആ ഫ്രണ്ടിലേക്ക് അങ്ങനെ കാണിച്ചെടുത്ത ലീക്ക് വീരാനട്ടോ. ലീക്ക് നമ്മള് ഭയങ്കര മോഡലാന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുമ്പോ ഷോപ്പ് പറയാം ലീക്ക് വരാനാണ്. കൈ കാണിച്ചെടുത്ത അപ്പൂസേ അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അയ്യാമിക്കുട്ടി. കഴിഞ്ഞ പെരുന്നാൾക്ക് വിരുന്ന് പോകുമ്പോ ഇങ്ങനെ ഒരാളെ പിടിച്ച് പോകാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരിക്കലും. ഞാനിത് എല്ലാ വീഡിയോയിലും പറയില്ല. ഈ വീഡിയോയിൽ മാത്രമല്ല ഇവിടെ ദിവസവും പറയുന്ന ഒരു കാര്യമാണ്. അതാണ് വീഡിയോ എടുക്കണമെന്നും അത് പറയുന്നത്. സുന്നത്ത് യൂണിയൻ ഞാനെൻ്റെ മാക്സിയുടെ മോഡലും ഇട്ടിട്ട് കേട്ടോ കഫ്താൻ. ഞാൻ അവിടെ പോയ മാക്സി ഇട്ടേക്കില്ല സുഖല്ലേ. ഞാമിക്കുട്ടി താക്കോൽ കൂട്ടങ്ങൾ നോക്കാം. ഷൂടാൻ പറ്റുമോ? പുള്ളി ചെറുപ്പില്ലേ അത് വണ്ടി പോണ മോഡാണ്. ഒപ്പത്തിന് പോവാണ് മടുടിക്ക് യാമിക്കുട്ടി. പഞ്ചാബിയ നമ്മളെല്ലാരും വിരുന്ന് പോവാണില്ലേ. ഏതാ പൂപ്പുക്കുട്ടനുണ്ട്, ഞാനുണ്ട്, നിക്കാക്കുണ്ട്. ഓള് ഇക്കാക്കടെ കൂടെ ബാക്കിലായിട്ട് ഇരിക്കുക. ഇക്ക പുതിയ വഴിക്ക് താണ്ടാവും നോക്കി കാണിക്കാം. ഇതൊക്കെ പുതിയ മേടിച്ചാട്ടോ. അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോളാറില് വർക്കാവും. അതെ പിടിച്ചോ കുട്ടിനെ പിടിച്ചോ. അമ്മക്കുട്ടി പറഞ്ഞോ കാഴ്ച കൊണ്ടിരിക്ക. ഒരു ഭാഗത്ത് സ്വയം പോലെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ വീഡിയോ ഇട്ട് വരുമ്പോ അത് കേട്ട് കിളി വയ്ക്ക. ഓളെ കല്യാണൊക്കെ വളരെ വൈകിട്ടൊക്കെയല്ലേ. കുണ്ടുപായ ആയിണ് കുട്ടി.
പഴയ തരുമെന്ന് പറയാം. യാമിക്കുട്ടിനെ കാണാൻ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ ആരും മെയിൻ ചെയ്യണില്ല, ഞാൻ തന്നെ ക്യാമറയിൽ വെക്കാം. യാതി വന്നതോടെ അറ്റൻഷൻ പോയി. എല്ലാരും ഈഗോ പറക്കുണ്ട്. കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ശരിയൊന്ന് ചിരിച്ചാ ഓർക്കത്തിലാണ് ഇത് മൂക്ക് ശൈലിയല്ലേ, ഈ ഭാഗ ശൈലിയല്ലേ. ഈ കവളും ഇതൊക്കെ ശൈത്യന്റെ വെറ്റൊക്കെ കാക്കൂന്ന് വരാൻ പഠിച്ച അച്ഛ പഠിപ്പിച്ചിരുന്നല്ലോ കാക്കൂകളെ സുഖപ്പെടുക്കാൻ. വെല്ലുവിളിയെ കൊടുക്കണം കേട്ടോ. ആകെ തിരക്കായി. അങ്ങനെ പെട്ടെന്ന് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റിട്ടോ. നമ്മുടെ കസ്താൻ്റെ ഉള്ളിൽ മാക്സിൽ കാരണം വേഗം ഇപ്പൊ ആരോ ഇവിടെ അയച്ചിട്ട ഷാള, ആർക്കെങ്കിലും അത്യാവശ്യമുള്ള ഷാളാണോ, ആരെങ്കിലും മേച്ചപ്പിച്ച ഷാളാണാവല്ലേ. ഇപ്പൊ മേച്ചെത്തിക്കണം. ബിരിയാണി വിളമ്പൽ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മന്തിയാ, നജിത്താന്റെ മന്തിയാണ് കേട്ടോ. ഇതിപ്പോ എന്താ ഇപ്പൊ ഒറ്റക്ക് കഴിക്കേ? ലെഗ് പീസ് ഉള്ള പ്ലേറ്റ് കണ്ടപ്പോ ഒറ്റക്ക് ഇന്ന് കഴിക്കാം. ഈ സൂട്ടാക്കി ഷൂട്ടിൽ ലെഗ് പീസ് കണ്ടപ്പോ തിന്നതാണ്. ഇതെന്താണ്? മന്തിച്ചോറ്. പറഞ്ഞില്ലേ കൊണ്ടോട്ടിന്റെ എന്നാ വന്നേ? പെരുന്നാക്കോ? ഓ എന്റെ മന്തിയാ. നമ്മുടെ സീറ്റ് കിട്ടിയത് നമുക്ക് സീറ്റുകളേനെ അവിടെ മറ്റേ ഓണം വന്നാലും അവിടെ വന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി പറഞ്ഞ പോലെ ഇവരെ സീറ്റ് എപ്പോഴും ഇവിടെയാണ്. അതല്ലേ അണ്ടിപ്പരിപ്പ് കുറച്ച് ഇവിടുന്ന് മറിഞ്ഞു. നടന്നിട്ട് കുടിക്കാൻ പറ്റില്ല. ഞങ്ങൾ പാപ്പ നോക്കുക എന്റെ അണ്ടിപ്പരിപ്പ്. അത് ഇപ്രാവശ്യം പ്രഖ്യാപിക്കുന്നില്ല. മാള് നീച്ചോ? ഞാൻ കുളിപ്പിക്കുമ്പോ പറഞ്ഞില്ലേ എവിടുത്തെ പോണത്? പട്ടാമ്പിക്ക് പട്ടാമ്പിക്ക് മല്ലുടിക്ക് ഇവിടെ ജഗ പുകയാണ്. ഇവിടെ എല്ലാരും ഉണ്ട്. എല്ലാരും കൂടെ പിന്നെ അറിയാലോ. സൂചന താഴത്ത് കിട്ടാം കിട്ടൂല അല്ലെ. ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്നും ഇടന്നിട്ട് ഇന്നത്തെ വിശേഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാരും വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഇത് ഏതൊക്കെ